ഹായ് ഹലോ നമസ്കാരം വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു മിനി വ്ളോഗിൽ നമ്മൾ കാണാൻ പോകുന്നത് ഇന്നലെ രാത്രി ഡിന്നറിനുണ്ടാക്കിയ 2 വിഭവങ്ങളാണ്. ഒന്ന് സാധാരണ പോലെയുള്ള വൻപയർ ഉപ്പേരി, അതേമാതിരി ഉണ്ടാക്കിയിരിക്കുന്ന പുതിയൊരു റെസിപ്പിയാണ് പുളിമോര് എന്ന് പറയുന്നത്. വൻപയർ ഉപ്പേരിക്ക് ഞാൻ കടുകിട്ടിട്ടുണ്ട്, വെളിച്ചെണ്ണയിൽ നല്ലോണം സവാള ഇട്ടിട്ടുണ്ട്, എന്നിട്ട് എരിവിന് പച്ചമുളക്, എന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുന്നു. ആ വഴറ്റിയതിലേക്ക് വേവിച്ച് വെച്ച വൻപയർ ഇട്ട് കൊടുക്കുക, നല്ലപോലെ ഒന്ന് വഴറ്റുക, അതൊന്ന് ഡ്രൈ ആവുന്ന സമയത്ത് ഇറക്കി വയ്ക്കുക. ഞാൻ തേങ്ങയൊന്നും ഇടാറില്ല. ഇതാണ് ഞാൻ ഉണ്ടാക്കുന്ന വൻപയർ ഉപ്പേരി. ഈ ഒരു കോമ്പിനേഷൻ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. ഇവിടെ ഞാൻ നിങ്ങളുടെ അടുത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് റെസിപ്പി പറയാൻ ഉദ്ദേശിക്കുന്നത് വൻപയർ ഉപ്പേരിയുടെ അല്ല, അതെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. പുളിമോര് എന്നുള്ളൊരു റെസിപ്പി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്ക് സൂപ്പർബായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഈ പുളിമോര് എന്ന് പറയുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയിൽ ആദ്യം കടുക്, ജീരകം, അതേമാതിരി ഉലുവ, വറ്റൽമുളക്, പച്ചമുളക് ഇതെല്ലാം കൂടിയിട്ട് എണ്ണ കായുന്നതിന് മുമ്പ് തന്നെ ഇടുക. എന്നാൽ മാത്രമേ ആ ഇൻഫ്യൂസിങ് കറക്റ്റായിട്ട് വരാൻ പറ്റുള്ളൂ. ഓക്കെ, പെരുംജീരകം അല്ല, നോർമലായിട്ടുള്ള ജീരകം. ഇതെല്ലാം കൂടിയിട്ട് വറ്റൽമുളകും പച്ചമുളകും എല്ലാം കൂടിയിട്ട് എണ്ണ കായണതിന് മുമ്പ് തന്നെ ഇട്ടിട്ട് അങ്ങനെ അത് പിന്നീട് കിടന്ന് പൊരിയട്ടെ. ഓക്കെ, അങ്ങനെ പൊരിഞ്ഞു കഴിഞ്ഞാൽ ഒരു 8-10 ചെറിയ ഉള്ളി വട്ടത്തിൽ മുറിച്ചത് അതും ഇടുക. ഒരു മീഡിയം സൈസ് സവോള നീളത്തിൽ കീറിയിട്ട് അതും കൂടി ഇതിലേക്ക് ഇടുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് നല്ല പോലെ അതിനെ ഒന്ന് വഴറ്റുക. ഓക്കെ, അപ്പോൾ ബ്രൗൺ ആവണോ ചോദിച്ചാൽ ബ്രൗൺ ഒന്നും ആവണ്ട. നമുക്ക് ഈ ഉള്ളിയൊക്കെ കടിക്കാൻ കിട്ടണം, ക്രിസ്പി ആയിട്ട് കടിക്കാൻ കിട്ടണം. അതാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് എന്ന് പറയണത്. അപ്പോൾ ഈ മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ക്രിസ്പി ആയിട്ട് ഉള്ളിയൊക്കെ കടിക്കാൻ പറ്റുന്ന സമയം. അതേമാതിരി ഞാൻ വെളുത്തുള്ളിയുടെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ വേണ്ട കേട്ടുള്ളൂ. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വഴറ്റി കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് നമ്മൾ തിളച്ച വെള്ളം 1 കപ്പ് ഒഴിക്കും. നന്നായിട്ട് വാടിക്കഴിഞ്ഞതിന് ശേഷം തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് പിന്നീട് നമ്മൾ ചെയ്യാൻ പോകുന്നത് വലിയ ഒരു നാരങ്ങ വലുപ്പത്തിനുള്ള ഒരു പുളി നന്നായി പിഴിഞ്ഞിട്ട് അതിലേക്ക് ഒഴിക്കുകയാണ്. എൻ്റെ പേസ്റ്റ് ആയതുകൊണ്ട് ഞാൻ അതിലേക്ക് ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വലിയ നാരങ്ങ വലുപ്പത്തിന് ഉള്ള ഒരു പുളി ഇല്ല, നിങ്ങൾക്ക് പുളി ഇത്ര ആവശ്യമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയാണോ നിങ്ങൾക്ക് പുളി ആവശ്യം അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ ഇട്ട് കൊടുത്തോളൂ. ഞാനിപ്പോൾ വലിയ നാരങ്ങ വലുപ്പത്തിനുള്ള പുളി എടുത്തിട്ടുണ്ട്. ഇത് ഇട്ട് കൊടുത്തിട്ട് ഈ വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വറ്റട്ടെ. നല്ല പോലെ ആ പുളിയുടെ മണമൊക്കെ പിടിച്ച് ആ പുളിയുടെ ആ പച്ച മണമൊക്കെ ഒന്ന് പോയി നല്ല രീതിയിൽ അതൊന്ന് കുറുകി വരണ സമയത്ത് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന മോര് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനു മുമ്പ് ഗ്യാസ് ഓഫ് ചെയ്യണം. ഓക്കെ, ആ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് മോര് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. എൻ്റെ പൊന്നോ, ഒരു വല്ലാത്ത കോമ്പിനേഷനാണ്. എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ആ മോര് അത് ആ ഇതിൽ കിടന്നിട്ടുള്ള ചൂടായാൽ മതി. അത്രയ്ക്ക് സൂപ്പർ കോമ്പിനേഷനാണ് വൻപയർ ഉപ്പേരിയുടെ കൂടെ. ചോറ് എത്ര കിണ്ണം ഉണ്ടു എന്ന് ചോദിച്ചാൽ അത്രയ്ക്ക് സൂപ്പറായിട്ടുള്ള ഒരു റെസിപ്പി വേറെ ഉണ്ടാവില്ല. അത്രയും സൂപ്പറായിട്ടുള്ള ഗ്യാരൻറ്റീഡ് റെസിപ്പിയാണ്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കൂ. ഇതാ അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ചോറ് റെഡിയായി, നമ്മുടെ പുളിമോര് റെഡിയായി, അതേമാതിരി തങ്കം മാങ്ങ, പിന്നെ നമ്മുടെ വൻപയർ ഉപ്പേരി, ചുട്ട പപ്പടം. ഇതാണ് കോമ്പിനേഷൻ. വരൂ കഴിക്കാം. പുളിമോരുണ്ട്, നമ്മുടെ വൻപയർ തോരനുണ്ട്, തങ്കം മാങ്ങ ആൻഡ് ചുട്ട പപ്പടം. സാപ്പിടലാമ. ചില ദിവസങ്ങളിൽ ഇങ്ങനെയൊക്കെ തോന്നുന്ന സമയത്ത് കഴിക്കണ ദിവസം കഴിക്കുക. ഞാൻ അങ്ങനെയാണ് തീരുമാനിക്കുക. വല്ലപ്പോഴേ ഇങ്ങനെയൊക്കെ തോന്നുള്ളൂ രാത്രി കഴിക്കണം എന്ന്. ചുട്ട പപ്പടം അതിൽ കൂടെ പൊട്ടിച്ച് എല്ലാം കൂടി മിക്സ് ചെയ്ത് come on let's eat. പുളിമോര് ഉണ്ടാക്കി നോക്കണം. അമേസിങ് റെസിപ്പിയാണ്. വയറിന് ഇങ്ങനെ
നമ്മൾ കഴിക്കുമ്പോൾ തന്നെ കുറച്ചും കൂടി ഒഴിക്കട്ടെ. എനിക്കിങ്ങനെ പറ്റില്ല. എനിക്കറിയാം ഒരുപാട് പേർക്ക് തോന്നുന്നുണ്ടാവും ഇതന്നെ ധാരാളമല്ലേ എന്ന്, പക്ഷെ അങ്ങനെയല്ല. എന്താ പറയാ, നമ്മുടെ വയറിനെ ഇത് ഇറങ്ങിപ്പോകുമ്പോഴേ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ആ കാംനെസ്. ആ ഉള്ളി അധികം കിടന്ന് വേവാതെ അങ്ങനെ കിറുപുറോന്ന് കടിക്കാൻ കിട്ടുക. What a fantastic dinner. Superb. എന്തായാലും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. എക്സലന്റ് കോമ്പിനേഷൻ ആണ്. അപ്പോൾ വീണ്ടും നമുക്കൊരു പുതിയ റെസിപ്പിയുമായി കാണാം. Till then, take care and bye bye.